ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് പിന്നെയും നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ദൈവവചനവുമായിട്ട് അല്പസമയമായിരിക്കുവാനും കർത്താവ് നൽകിത്തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലൈവായിട്ട് ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുകയും അപ്പോൾ തന്നെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ കാണുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ 6-ാം വാക്യം ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അവിടെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത് ദൈവത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മം, ദൈവം മറച്ചു വച്ചിരുന്ന ഒരു മർമ്മം തൻ്റെ അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആ മർമ്മം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്തു എന്നും ആ മർമ്മം വിജാതീയർ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളതാണ് എന്നും ആ വാക്യങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്ന് രാത്രി നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ തുടർന്ന് മുൻപോട്ടേക്കുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായിത്തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം: ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായിത്തീർന്നു. അപ്പം സുവിശേഷം എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് മുൻ ക്ലാസ്സുകളിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ആ സുവിശേഷത്താലാണ് ഈ വിജാതീയർ എന്ത് ചെയ്തത്? ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീർന്നത്. അത് സുവിശേഷത്തിലൂടെ സംഭവിച്ച ഒരു കാര്യമാണ്. സുവിശേഷം കേൾക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്തത് മുഖാന്തരം സംഭവിച്ച ഒരു കാര്യമാണ് അത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പം ആ സുവിശേഷമാണ് ഈ ഒരു മാറ്റത്തിലേക്ക് വിജാതീയരെ കൊണ്ടുവന്നത്. അവരോട് പ്രസംഗിക്കപ്പെട്ട, അവർ വിശ്വസിച്ച ആ സുവിശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഈ ഒരു തലത്തിൽ വ്യത്യാസം കൊണ്ടുവന്നത്. എന്നിട്ട് 7-ാം വാക്യത്തിൽ പൗലോസ് പറയുക, ആ സുവിശേഷത്തിന്, ഏത്? അവരോട് പ്രസംഗിക്കപ്പെട്ട ആ സുവിശേഷം അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ, ഇസ്രായേലുമായിട്ട് ബന്ധമില്ലാതെ, വാഗ്ദത്തത്തിന് ബന്ധമില്ലാതെ, എല്ലാറ്റിൽ നിന്നും അകന്ന് അന്യന്മാരും പരദേശികളുമായിരുന്ന, 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതുപോലെ അന്യന്മാരും പരദേശികളുമായിരുന്ന ആ വിജാതീയരെ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളുമാക്കി തീർത്ത ആ സുവിശേഷത്തിന്. അപ്പം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷം ഒരിക്കലും വിഭാഗീയതയുടെ സുവിശേഷമല്ല, ഇത് ജനങ്ങളെ ഒന്നായി ചേർക്കുന്ന സുവിശേഷമാണ്. അത് നമ്മൾ മറക്കരുത്. സുവിശേഷം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനതൊന്നുകൂടെ വിശദീകരിക്കാം. സുവിശേഷം സത്യത്തിൽ ലോകത്തിലെ സകല ജനങ്ങളെയും 2 ഗ്രൂപ്പായിട്ട് വേർതിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ് വേർതിരിക്കുന്നില്ലെന്നാണ്, എന്നാൽ അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്.
സുവിശേഷം സത്യത്തിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും രണ്ടായിട്ട് വേർപിരിക്കുന്നു. എങ്ങനെ? വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. ഈ ഒരു വേർതിരിവാണ് സുവിശേഷം കൊണ്ടുവരുന്നത്. ഇപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ, ഈ ഒരു വേർതിരിവ് മാത്രമാണ് സുവിശേഷം കൊണ്ടുവരുന്നത്. സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരുടെ ഇടയിൽ പിന്നെ മറ്റൊരു വേർതിരിവ് സുവിശേഷം കൊണ്ടുവരുന്നില്ല. അവർ വിജാതീയരായാലും യഹൂദന്മാരായാലും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെന്തക്കോസ്തുകാരായാലും ആരായാലും, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരുടെ ഇടയിൽ പിന്നെ മറ്റൊരു വേർതിരിവില്ല. അവരാരാണ് എന്താണ് എന്നുള്ള മറ്റൊരു വേർതിരിവില്ല. അപ്പോൾ തന്നെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിലും മറ്റൊരു വേർതിരിവ് കൊണ്ടുവരുന്നില്ല. അവർ ഏത് ഗ്രൂപ്പിൽ, ഏത് ജനവിഭാഗത്തിൽ, ഏത് സഭയിൽ, ഏത് ഡിനോമിനേഷനിൽ പെട്ട ആളുകളാണെങ്കിലും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ മറ്റൊരു വിഭാഗീയത ആര് കൊണ്ടുവരുന്നില്ല? സുവിശേഷം കൊണ്ടുവരുന്നില്ല. അപ്പം ആ സുവിശേഷത്തിന്, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം, അതിൽ വിശ്വസിക്കുന്നവരെ പിന്നെയും വിഭജിക്കുന്ന സുവിശേഷമല്ല. അതിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഏക ശരീരസ്ഥരാകുന്ന സുവിശേഷമാണ് ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ഭരമേൽപ്പിച്ചത് എന്നാണ് താനിവിടെ പറയുന്നത്. അപ്പം അതാണ് ആ സുവിശേഷത്തിൻ്റെ എന്നുള്ള പ്രയോഗത്തിൻ്റെ പ്രാധാന്യത. നമ്മൾ പലപ്പോഴും സുവിശേഷത്തിൽ വിശ്വസിച്ചവരെയും പണത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും സംസ്കാരത്തിൻ്റെ പേരിലും രാജ്യങ്ങളുടെ പേരിലും ഡിനോമിനേഷനുകളുടെ പേരിലുമൊക്കെ വേർതിരിച്ച് വേലിക്കെട്ടുകൾ തിരിച്ചു നിർത്തിയിരിക്കുമ്പോൾ അത് യഥാർത്ഥ സുവിശേഷമല്ല, യഥാർത്ഥ ആത്മാവല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണത്. ഞാനതിലേക്ക് ഇനിയും മടങ്ങിപ്പോകുന്നില്ല. സുവിശേഷം ചെയ്യുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ സുവിശേഷത്തിന്, അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം. ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇപ്പോൾ 7-ാം വാക്യത്തിൽ പൗലോസ് പറയുക, ആ സുവിശേഷത്തിന് ഞാൻ, അതായത് അപ്പോസ്തലനായ പൗലോസ് ആരായിത്തീർന്നു? ഒരു ശുശ്രൂഷക്കാരനായിത്തീർന്നു, ഒരു മിനിസ്റ്ററായിത്തീർന്നു, ഒരു ശുശ്രൂഷക്കാരൻ. അപ്പം എന്താണ് ശുശ്രൂഷക്കാരൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവൻ. എന്തുകൊണ്ട്? സുവിശേഷം കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവൻ, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവൻ, മറ്റുള്ളവരെ സേവിക്കുന്നവൻ. സുവിശേഷം കൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക എന്ന് പറയുന്നത് അതൊരു സർവീസാണ്, അതൊരു ശുശ്രൂഷയാണ്. മറക്കരുത്. സുവിശേഷം നമ്മുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ഗോസ്പൽ. നാം സുവിശേഷത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്. വി ഷുഡ് ബി സെർവിങ് വിത്ത് ദ ഗോസ്പൽ. സുവിശേഷം കൊണ്ട് നാം ശുശ്രൂഷിക്കുക ചെയ്യുന്നത്. ആരെ? സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്തവരെ. എങ്ങനെ? അവരുടെ ജീവിതത്തിലും ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരത്തക്ക രീതിയിൽ ഈ സന്ദേശം കൊണ്ട് നാം അവരെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. നാം ഒരിക്കലും അവരിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുവാനായിട്ട് ആയിരിക്കരുത് ഈ കാര്യം ചെയ്യുന്നത്. നാം അവരെ ശുശ്രൂഷിക്കുന്നവരാണ്. എങ്ങനെ? സുവിശേഷം കൊണ്ട് നാം അവരെ ശുശ്രൂഷിക്കുകയാണ്. മറക്കരുത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഈ സുവിശേഷത്തിന്, ഏത് സുവിശേഷം? വിശ്വസിക്കുന്നവരെല്ലാവരെയും ഒന്നായി ചേർക്കുന്ന ഈ സുവിശേഷത്തിന് ദൈവം എന്നെ ഒരു ശുശ്രൂഷക്കാരനാക്കി തീർത്തു. ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു അധികാരിയായിട്ടല്ല ഈ സുവിശേഷത്തിന് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത്. ഒരു ശുശ്രൂഷക്കാരനായിട്ടാണ് തിരഞ്ഞെടുത്തത്. ഈ സുവിശേഷം കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. പ്രിയമുള്ളവർ, ഇതൊരിക്കലും മറക്കരുത്. ഇന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ഒരു പദവി, അത് മറ്റുള്ളവരിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റുന്ന ഒരു വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. അവരെയാണ് നാം കാണുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്തും ഒരുപക്ഷെ കയറി വന്നേക്കാം,
ഇത് നമുക്കും ശുശ്രൂഷ ലഭിക്കാനുള്ള ഒരു അവസരമാണെന്ന്. ഒരിക്കലുമല്ല, അത് തെറ്റാണ്. ഇത് സുവിശേഷം നമ്മുടെ മക്കൾ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടാണ് എന്നുള്ളത് മറക്കരുത്. നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഈ സുവിശേഷം കൊണ്ട് ഞാൻ അവരെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കൊരിക്കലും അവരെ വിധിക്കുവാനോ അവരെ പരിഹസിക്കുവാനോ അവരെ ചെറുതാക്കി കാണുവാനോ എനിക്കൊരിക്കലും കഴിയുകയില്ല. ഇന്ന് പലപ്പോഴും സുവിശേഷം മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത്, ഈ സുവിശേഷം ആരോട് പങ്കുവെക്കുന്നുവോ അവരെ ഒന്ന് ബഹുമാനിക്കാനോ അവരെ ഒന്ന് ആ ബഹുമാനത്തോടുകൂടെ കാണുവാനോ നമുക്ക് കഴിയാതെ നമ്മളെന്തോ ആനപ്പുറത്തിരിക്കുന്നവരും അവരൊക്കെ മഹാപാപികളും എന്നുള്ള ചിന്തയിൽ നാം ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഫലപ്രദമായി തീരാത്തത്. എന്നാൽ മറക്കരുത്, ഇറ്റ് ഈസ് എ മിനിസ്ട്രി, ഇറ്റ് ഈസ് എ സർവീസ്. ഇതൊരു ശുശ്രൂഷയാണ്. നാം അവരെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ശുശ്രൂഷിക്കപ്പെടുന്നവൻ ശുശ്രൂഷിക്കുന്നവനേക്കാൾ വലുതാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം തനിക്ക് പങ്കിട്ട അളവിനനുസരിച്ച് മാത്രം ഭാവിക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. പ്രിയമുള്ളവരെ, നാം ആരോട് സുവിശേഷം അറിയിക്കുന്നുവോ അവരുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ അവർ ശ്രേഷ്ഠന്മാരാണ് എന്നുള്ള, നമ്മേക്കാൾ ശ്രേഷ്ഠരാണ് അവർ എന്നുള്ള മനോഭാവത്തോടു കൂടെ ബോധ്യത്തോടു കൂടെ ആയിരിക്കണം നാം ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. കാരണം ദൈവം നമ്മെ ശുശ്രൂഷക്കാരാക്കിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അതാ പറയുന്നത്. 1-2 വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന്. നമ്മൾ ആ വാക്യത്തിലേക്ക് മടങ്ങി വന്ന ആ വാക്യം വിശദീകരിക്കും. ഞാനിപ്പോൾ അതിനകത്ത് ഒരു പദം മാത്രം എടുക്കുകയാണ്. ജാതികളിൽ ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷക്കാരനായിരിക്കേണ്ടതിന്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് വിജാതീയരുടെ ശുശ്രൂഷക്കാരനായിരിക്കാനാണ് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. നമ്മൾ ആ വാക്യത്തിലേക്ക് അല്പസമയം കഴിയുമ്പോൾ വീണ്ടും മടങ്ങി വന്ന് അത് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല. 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കണം. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. എന്താണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്? ആ സുവിശേഷത്തെക്കുറിച്ച് താൻ പറയുക. 1, ആകാശത്തിൻ കീഴെ സകല ജാതികളുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ട സുവിശേഷം. 2 പൗലോസ് പറയുക, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്ന സുവിശേഷം. 3, നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷം. അപ്പോൾ പ്രസംഗിക്കപ്പെട്ട സുവിശേഷം, നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷം, ആ സുവിശേഷത്തിന് ഞാനൊരു ശുശ്രൂഷകനായിരിക്കുകയാണ് എന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്. അവിടെയും അതേ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 25-ാം വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു.
അപ്പം ഈ ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന്, ഈ സുവിശേഷ ഘോഷണം നിവർത്തിക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. നോക്കിക്കേ, ഇവിടെയൊക്കെ പൗലോസ് പറയുന്നതാ, ഈ ദൈവവചനത്തിന് അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന് ഞാനൊരു ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു, ഒരു ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് തന്നെയാണ്, ദൈവം തന്നെ ആ സുവിശേഷത്തിന് ഒരു ശുശ്രൂഷക്കാരനാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവം ഒരിക്കലും മാറിപ്പോകരുത്. ദൈവം നമ്മെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷക്കാരാക്കിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ദൈവം പൗലോസിനെ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷക്കാരനാക്കിയത് എന്ന് ചോദിച്ചാൽ, രണ്ട് ഘടകങ്ങളിലൂടെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ദൈവം ഇത് ചെയ്തത് എന്ന് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എഫേസ്യർ 3:7 ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായിത്തീർന്നു. അപ്പം രണ്ട് കാര്യങ്ങളാൽ, ഒന്ന് അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം, ആരുടെ? ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം. രണ്ട്, എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ. അപ്പം പൗലോസ് പറയുക, ഞാൻ ഈ സുവിശേഷത്തിന് ശുശ്രൂഷക്കാരനായിത്തീർന്നത് എങ്ങനെയാണ്? ഒന്ന്, എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ. അതായത് അവിടെ അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം എനിക്ക് ഒരു കൃപാദാനം തന്നു. എന്താ കൃപാദാനം എന്ന് പറഞ്ഞാൽ? കൃപയാൽ എനിക്ക് കിട്ടുന്ന ദാനമാണെന്ത്? കൃപാദാനം. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അർഹിക്കാത്ത ഒരു കാര്യം നമുക്ക് കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൃപ എന്ന് പറയുന്നത്. ദാനം എന്ന് പറയുന്നത് നാം വില കൊടുക്കാതെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതിനെയാണ്. അപ്പോൾ അപ്പോസ്തലൻ പറയുക, ഞാൻ എങ്ങനെ ശുശ്രൂഷക്കാരനായി തീർന്നു ഈ സുവിശേഷത്തിന്? എനിക്ക് അർഹതയില്ലാത്ത, എനിക്ക് ലഭിക്കുവാൻ അർഹതയില്ലാതിരുന്ന ഈ സ്ഥാനം, ഏത് സ്ഥാനം? സുവിശേഷത്തിൻ്റെ ശുശ്രൂഷക്കാരൻ എന്നുള്ള ഈ സ്ഥാനം എനിക്ക് അർഹതയില്ലായിരുന്നു. അത് ദൈവം കൃപയാൽ ഞാൻ ഒരു വിലയും കൊടുക്കാതെ ദാനമായിട്ട്, സൗജന്യമായിട്ട് എനിക്ക് തന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സുവിശേഷം പ്രസ്താവിക്കുമ്പോൾ നമ്മെ ശുശ്രൂഷക്കാരനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചിന്ത ഇതാണ്, ഇത് പങ്കുവയ്ക്കാനായിട്ട്, ഈ സുവിശേഷം കൊണ്ട് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ, ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് അർഹതയില്ലായിരുന്നു. ഇത് ദൈവം എനിക്ക് കൃപയാൽ തന്നതാണ്. ഇന്ന് പലപ്പോഴും സുവിശേഷകരുടെ, സുവിശേഷം പറയുന്നവരുടെ ഒക്കെ മനോഭാവം എന്ന് പറയുന്നത്, അവർ എന്തൊക്കെയൊക്കെ ത്യാഗം സഹിച്ച് നേടിയെടുത്ത ഒരു കാര്യമാണ്. ഞാൻ സുവിശേഷത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതെന്തോ അവർ ത്യാഗം ചെയ്ത് നേടിയെടുത്ത ഒരു കാര്യമായിട്ട് അവർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നോ, നെവർ, ഒരിക്കലുമല്ല. ഇത് ദൈവം കൃപയാൽ നമുക്ക് തന്ന ശുശ്രൂഷയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അർഹത നോക്കിയിട്ടല്ല ദൈവം നമുക്ക് തന്നത്, അവൻ നമുക്ക് അർഹതയില്ലാത്ത ഈ ശുശ്രൂഷയാണ് നമുക്ക് തന്നത്. ഇപ്പോൾ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് പങ്കുവെക്കാനുള്ള അർഹത എനിക്കില്ലായിരുന്നു, പക്ഷെ ദൈവം കൃപയാൽ എനിക്കിത് തന്നതാണ്. അങ്ങനെയുള്ള മനോഭാവം നമുക്ക് വരുമ്പോൾ മറ്റുള്ളവരെ വിധിക്കുവാനും മറ്റുള്ളവരെ കൊച്ചാക്കുവാനും അവരെ തരം താഴ്ത്തി കാണാനും ഉള്ള മനോഭാവത്തിൽ നിന്ന് മാറി ഈ സുവിശേഷം കൊണ്ട് അവരെ ശുശ്രൂഷിക്കാനായിട്ട് നമുക്ക് കഴിയും. രണ്ട്, നാം മനസ്സിലാക്കണം, ഇത് ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി വിലയൊന്നും കൊടുത്തിട്ടില്ല, ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ്. പലരും പറയാറുണ്ട്, ഞാൻ സുവിശേഷം അറിയിക്കാനായിട്ടല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഒത്തിരി വില കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി വില കൊടുത്തു, ഒത്തിരി സഹിച്ചു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോ, ഒരിക്കലുമില്ല. ഇത് ദൈവം ദാനമായിട്ട് തന്നതായത്.
സൗജന്യമായിട്ട്, നാം വില കൊടുത്തതല്ല, ദൈവം സൗജന്യമായിട്ട് തന്നതാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ഈ സുവിശേഷത്തിന് ശുശ്രൂഷക്കാരനായിരിക്കുന്നത് എൻ്റെ യോഗ്യത കൊണ്ടോ ഞാൻ വില കൊടുത്തത് കൊണ്ടോ അല്ല, ദൈവം എന്നോട് കൃപ കാണിച്ചത് കൊണ്ട്, അവൻ ദാനമായിട്ട് സൗജന്യമായിട്ട് എനിക്കിത് തന്നത് കൊണ്ടാണ്. 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പോൾ പൗലോസ് പറയുക, ഞങ്ങൾ ഈ സുവിശേഷത്തിന്, യേശുവിൻ്റെ നാമത്തിന് സകല ജാതികളുടെയും ഇടയിൽ അത് പ്രസംഗിക്കേണ്ടതിന് കൃപ പ്രാപിച്ചു, അപ്പോസ്തലത്വം പ്രാപിച്ചു. ഇറ്റ് ഈസ് ബൈ ഗ്രേസ്, കൃപയാലാണ്. ആരുടെ? എങ്ങനെ? 5-ാം വാക്യത്തിൽ പറയുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാൽ. തൻ്റെ സ്വയമായിട്ടല്ല ഇത് പ്രാപിച്ചത്. പിന്നെയോ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിലൂടെ, യേശുവിനാലാണ് ഞാൻ ഈ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. യേശുവാണ് ഈ കൃപയും അപ്പോസ്തലത്വവും എനിക്ക് തന്നത്. ഈ കൃപ എനിക്ക് തന്നത് യേശുവാണ്. അപ്പോസ്തലത്വം എന്നെ പറഞ്ഞയച്ചത് യേശുവാണ്. മറക്കരുത്, നാം പോയതല്ല, യേശു നമ്മെ പറഞ്ഞയച്ചതാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, യേശു നമുക്ക് കൃപ നൽകിയതാണ്. അതുകൊണ്ടാണ് നാം ഇങ്ങനെ ആയിരിക്കുന്നത്. ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കണം. റോമാലേഖനം നേരത്തെ വായിച്ച ഭാഗം 15-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. നേരത്തെ നമ്മൾ ഒരിക്കൽ വായിച്ചതാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുമെന്ന് ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പം 16-ാം വാക്യത്തിൽ പൗലോസ് പറയുക, ദൈവം എനിക്കൊരു കൃപ നൽകി. ദൈവം എനിക്കൊരു കൃപ നൽകി. എന്തിന്? 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിക്കാനായിട്ട്. അപ്പോൾ 15-ാം വാക്യത്തിൽ താൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആയിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം. എന്താണ് 15-ാം വാക്യത്തിൽ പറയുന്നത്? അവിടെ പറയുന്നു, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. അപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ്? തനിക്ക് ലഭിച്ച കൃപയുടെയും തൻ്റെ ശുശ്രൂഷയുടെയും ലക്ഷ്യം എന്താണ്? അവിടെ പറയുന്നു, വിജാതീയർ എന്ന വഴിപാട്. എന്താണ് വഴിപാട്? ദൈവത്തിന് സമർപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? വഴിപാട് എന്ന് പറയുക. ദൈവത്തിന് സമർപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. അപ്പം ജാതികൾ എന്ന വഴിപാട് എന്ന് പറയുമ്പോൾ വിജാതീയരായിട്ടുള്ളവരെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതിന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്, അവർ ദൈവത്തിൻ്റെ ആയിത്തീരേണ്ടതിന്. വിജാതീയർ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. അപ്പം ഈ വഴിപാട്, ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ വഴിപാട്, അത് ദൈവത്തിന് പ്രസാദകരമായി തീരണം. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇവർ സുവിശേഷത്താൽ ഏക ശരീരസ്ഥരായിത്തീരുന്നതും വാഗ്ദത്തത്തിൽ പങ്കാളികളായിത്തീരുന്നതും ഇവർ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം ഇവരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിനാലാണ്. അപ്പം ഞാൻ ഈ സുവിശേഷം, പൗലോസ് പറയുക, ഞാൻ ഈ സുവിശേഷം അവരോട് പ്രസംഗിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന്
ആ വഴിപാട് വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദകരമാക്കി തീർക്കുന്നു. അതവിടെ പറയുന്നത്. അപ്പം അങ്ങനെ വിജാതീയർ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്, അപ്പം ഈ ദൈവത്തിന് പ്രസാദകരമായി തീർന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ വിശുദ്ധീകരണം സാധ്യമാകണമെങ്കിൽ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സുവിശേഷം പ്രഘോഷിക്കണം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, അത് സുവിശേഷത്താലാണ് സംഭവിക്കുന്നത്. ആ സുവിശേഷം ഞാൻ എങ്ങനെ അനുഷ്ഠിച്ചെന്നാണ് പറഞ്ഞത്? പുരോഹിതനായിട്ട്. എന്താണ് പുരോഹിതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്ന് ദൈവത്തിന് വഴിപാടും യാഗവും അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുക, ഞാൻ പുരോഹിതനായി നിന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ഈ യാഗമർപ്പിക്കുന്നത് ഞാൻ അർപ്പിക്കുന്നത് എങ്ങനെ? സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ യാഗം ഞാൻ അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിന് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു യാഗമായി, വഴിപാടായി പരിശുദ്ധാത്മാവ് അതിനെ വിശുദ്ധീകരിക്കുന്നു. അപ്പം ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷഘോഷണം പുരോഹിതനായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ പ്രകാരം. മക്കളെ, ദൈവം എന്തിനാണ് നമുക്ക് ഈ കൃപ തന്നത്? മറ്റുള്ളവരെ വിധിക്കാനല്ല, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനല്ല, മറ്റുള്ളവരെ കൊച്ചാക്കാനല്ല, അവരെ നമ്മിൽ നിന്ന് അകറ്റി, ദൈവത്തിൽ നിന്ന് സുവിശേഷത്തിൽ നിന്ന് അകറ്റിക്കളയാനല്ല. പലപ്പോഴും നമ്മുടെ വാക്കുകളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആശയവിനിമയ രീതിയുമൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ള നിഗളവും അഹങ്കാരവും ഒക്കെ വെളിപ്പെടുത്തി കേൾവിക്കാരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ അപ്പോസ്തലൻ പറയുക, അതല്ല സുവിശേഷത്തിൻ്റെ ശുശ്രൂഷ. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷ കേൾക്കുന്നവരെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷ. ഒരിക്കലും കേൾവിക്കാരെ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും വിഷയങ്ങൾ വെച്ച് വിധിച്ച് ദൈവം നിന്നെ സ്വീകരിക്കത്തില്ലെന്നോ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞെന്നോ പറഞ്ഞ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല ശുശ്രൂഷ. അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതാണ് ശുശ്രൂഷ. മറക്കരുത്. ഇന്ന് പല സഭകളും പല സുവിശേഷകരും പല ദൈവമക്കളും പല അച്ഛന്മാരും പല പാസ്റ്റർമാരും ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റുന്നവരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. നാം ഒരിക്കലും അങ്ങനെയാകരുത്. അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക. നമ്മുടെ വാക്കുകൾ, നമ്മുടെ രീതികൾ, അതൊക്കെ ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതായി തീരട്ടെ. അപ്പം അതവിടെ പറഞ്ഞത്. അങ്ങനെ പുരോഹിതനായിട്ട് ജാതികളിൽ ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷക്കാരനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ. എഫെസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, അവൻ്റെ കൃപാദാനപ്രകാരം ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നു എന്നാണ് വായിച്ചത്. ക്രിസ്തുവിൻ്റെ കൃപാദാനപ്രകാരം. അപ്പം അപ്പോസ്തലനായ പൗലോസിനെ ആ ശുശ്രൂഷക്കാരനാക്കി തീർത്ത ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ കൃപാദാനമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നു, എഫെസ് ലേഖനം 3-7 രണ്ടാമത്തെ കാര്യം പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അപ്പോൾ ഒന്ന്, എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താലാണ് ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നത്. 2, അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരമാണ്. ആരുടെ ശക്തിയുടെ? ദൈവത്തിൻ്റെ ശക്തിയുടെ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ സ്വശക്തി കൊണ്ട് കഴിയുകയില്ല. അപ്പോസ്തലൻ പറയുക, എന്നിൽ അതിനു വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ശക്തിയാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഇന്ന് പലപ്പോഴും ദൈവശക്തി
ദൈവശക്തി എന്ന് പറയുന്ന പ്രയോഗം, നമ്മിൽ വ്യാപരിക്കുന്ന, നമ്മിൽ പ്രവർത്തന നിരതമായിരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ വലിയവനാക്കി, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാക്കി, നമ്മെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും നമ്മളതിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത്, എന്നെ ശുശ്രൂഷക്കാരനാക്കുന്ന ദൈവശക്തി, എന്നെ വിനയാന്വിതനാക്കുന്ന ദൈവശക്തി, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ശ്രേഷ്ഠനെണ്ണി എന്നെ അവരെക്കാൾ താണവനെന്ന് കാണുവാൻ എനിക്ക് കഴിവ് നൽകുന്ന ദൈവശക്തി. അതാണ് പ്രിയമുള്ളവരെ ദ റിയൽ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ലോകത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് നാം എന്തോ വലിയവരാണെന്ന് ചിന്തിച്ച് സിംഹാസനത്തിൽ കയറ്റിയിരുത്തുന്നതല്ല ദൈവത്തിൻ്റെ ശക്തി. മറക്കരുത്, ഇന്ന് പലപ്പോഴും ദൈവശക്തി ആളുകൾ കാണുന്നത് അങ്ങനെയാണ്. അല്ല, അത് ലോകത്തിൻ്റെ സിസ്റ്റപ്രകാരം പിശാച് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മെ താഴ്മയുള്ളവരാകുവാൻ സഹായിക്കുന്നതാണ്, ശുശ്രൂഷക്കാരാകുവാൻ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. അത് സംഭവിക്കണമെങ്കിൽ, അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിലുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുക, എന്നിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ വ്യാപാരപ്രകാരം ഞാനൊരു ശുശ്രൂഷക്കാരനായി തീർന്നു. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഇതെൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ദൈവശക്തിയാൽ നടക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ പേരിൽ ശുശ്രൂഷക്കാരനായിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഇത് കൃപാദാനമാണെന്ന് മനസ്സിലാക്കി ആ ശുശ്രൂഷയിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതിനർത്ഥം നമ്മിൽ ദൈവശക്തി വ്യാപരിക്കുന്നില്ലെന്നാണ്. നാം അന്യഭാഷ പറയുന്നവരായിരിക്കാം, പ്രവചിക്കുന്നവരായിരിക്കാം, രോഗശാന്തി നടത്തുന്നവരായിരിക്കാം, അത്ഭുതങ്ങൾ നമ്മുടെ പ്രസംഗ സമയത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ താഴ്മ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, ശുശ്രൂഷക്കാരനെന്നുള്ള ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതിനർത്ഥം ദൈവശക്തി നിന്നിൽ വ്യാപരിക്കുന്നില്ലെന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ വെറും പ്രകടനങ്ങളാണ് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളതെല്ലാം വെറും പ്രകടനങ്ങളാണ്. പിശാചിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വെറും പ്രകടനങ്ങൾ മാത്രമാണ് അതൊക്കെ. എന്നാൽ യഥാർത്ഥ ദൈവശക്തിയുടെ പ്രകടനം എന്ന് പറയുന്നത് നാം ഒരു ശുശ്രൂഷക്കാരനായി തീരുന്നതാണ്. സുവിശേഷത്തിൻ്റെ പേരിൽ ഒരു ശുശ്രൂഷക്കാരനായിരിക്കാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, സുവിശേഷം കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് നമുക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നോക്കൂ, നമ്മൾ പറഞ്ഞതാ അപ്പോസ്തലനായ പൗലോസ് ആ സുവിശേഷത്തിന് ഒരു ശുശ്രൂഷക്കാരനായി തീർന്നു. എങ്ങനെ? തൻ്റെ മേൽ പകരപ്പെട്ട കൃപാദാനത്താലും തൻ്റെ മേൽ വ്യാപരിച്ച ആ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരവും. പ്രിയമുള്ളവരെ, ഇത് കൃപയാൽ ദാനമായി ലഭിച്ചതാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ മേൽ ആ ദൈവശക്തിയുടെ വ്യാപാരമുണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ താഴ്മയുള്ളവനാക്കുന്ന, എന്നെ എളിമപ്പെടുത്തുന്ന, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനെണ്ണി അവരെ ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കുന്ന ആ ദൈവശക്തി എനിക്ക് ആവശ്യമുണ്ട്. അതെൻ്റെ മേലെ അവിടുന്ന് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.